അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അക്വേറിയത്തിൽ എല്ലാ ഫിഷുകളും നമ്മൾ സെല്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്ലൗൺ ഫിഷിനെ ഒഴിച്ച് ബാക്കി എല്ലാ ഫിഷുകളെയും ഞാൻ പിടിച്ചതിന് ശേഷം കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കവറിലാണ് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ അയക്കുന്നത്. ആകെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ദൂരമാണ് നമ്മുടെ ഈ ഒരു അക്കോമഡേഷനിൽ നിന്ന് അവിടേക്ക്. അപ്പോൾ നമ്മുടെ അക്വേറിയം ചെറുതാണ്. നമ്മളൊരു ചെറിയൊരു വേറെ പണിക്ക് പോയ സ്ഥലത്ത് നിൽക്കുന്ന കാരണം സ്ഥലപരിമിതികളുള്ള കാരണം നമ്മൾ ചെറിയൊരു അക്വേറിയമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിന് ആണ് ഒരു പർപ്പിൾ ടാങ്കിനൊക്കെ കീപ്പ് ചെയ്യാന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു പർപ്പിൾ ടാങ്കിനെ വാങ്ങിച്ചപ്പോൾ അത് വളരെയധികം ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഫയർ ഗോബി ഫിഷ്, അപ്പോൾ നമ്മൾ ആൾക്ക് എല്ലാ ഫിഷുകളും ഒരുവിധം ഇഷ്ടമായി, നല്ലൊരു ഹെൽത്തി ഫിഷ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് കണ്ടപ്പോൾ ആൾക്ക് വളരെയധികം ഇഷ്ടമായപ്പോൾ ആ ഫിഷിനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു വെക്കേഷൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരുവിധം ഫിഷുകളൊക്കെ കുറയ്ക്കാമെന്ന് തന്നെ നമ്മളും തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഇനി ഒരു 2 മാസത്തിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ അക്വേറിയമൊക്കെയും ഇനി നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളെല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു 2 മന്ത് മെയിൻ്റെനൻസ് ഇല്ലാതെ നമ്മൾ മുമ്പോട്ട് പോയത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ അപ്ലിക്കേഷൻ വഴി നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്ത പിക്കപ്പ് ബോയ് ഇപ്പോൾ വരാറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ ആളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഫിഷുകളെല്ലാം തന്നെ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം വില കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷിനെ സെല്ല് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട പെട്ടെന്ന് തന്നെ ഈ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഫിഷ് സെയിലായി പോവുകയാണ് ചെയ്തത്. അത്രയധികം വില കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷിനെ നമ്മൾ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിൽ ഐ ക്യാച്ച് ആയിരുന്നിട്ട് 2 ഓറഞ്ച് കളർ മഷ്റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മഷ്റൂം ആളെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോറലും കൂടി ഞാൻ ആൾക്ക് സെല്ല് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ അക്വേറിയത്തിൽ ക്ലൗൺ ഫിഷ് മാത്രമാണ് ഇനി ആഡ് ചെയ്യാനുള്ളൊരു തീരുമാനം. അപ്പോൾ അതുപോലെ തന്നെ ജോലി തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് മെയിൻ്റെനൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടങ്കൊക്കെ വളരെയധികം ഫുഡൊക്കെ എടുക്കുന്ന കാരണം നമ്മൾ ഓട്ടോമാറ്റിക് ഫുഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, ലൈഫ് ഫീഡും കൂടി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കെയർ ചെയ്യാനുള്ളൊരു സമയക്കുറവ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫിഷിനൊക്കെ സെല്ല് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ നമ്മുടെ അക്വേറിയം ചെറുതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഡെലിവറി ബോയ് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു കവറിലിട്ടിട്ട് നമ്മൾ ആൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുടെ ബോക്സിൽ ഒരു ചെറിയൊരു കൂൾ ബോക്സ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഡെലിവറി ചെയ്യും. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്തതിന് ശേഷം നമ്മുടെ കസ്റ്റമർ വളരെയധികം ഹാപ്പിയായിരുന്നു. അപ്പോൾ അത്രയും വില കുറച്ച് ഫിഷ് കൊടുക്കുകയും അതിന് ശേഷമുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം വളരെയധികം ഹാപ്പിയാണ്, ഫിഷ് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇത്രയും നല്ലൊരു വലിയൊരു അക്വേറിയത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ പർപ്പിൾ ടാങ്ക് ഫിഷിനൊക്കെ നമ്മൾ വളർത്തേണ്ടത്. അപ്പോൾ ഞാനൊരു ആഗ്രഹം മൂലം നമ്മുടെ അക്വേറിയത്തിലെ എക്കോസിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻ സ്കിമ്മറൊക്കെയും വളരെ എഫിഷ്യൻസി കൂടിയൊരു കാരണം നമ്മൾ ഈ ഒരു ഫിഷിനൊക്കെ നമ്മൾ ചെറിയൊരു അക്വേറിയത്തിൽ ഇത്രയധികം സർവൈവ് ചെയ്തു. പക്ഷേ നമ്മളുടെ ഇങ്ങനത്തെയൊക്കെ ഫിഷിനൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ വളരെയധികം വലിയൊരു അക്വേറിയം തന്നെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ വെക്കേഷൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വെക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് 2 മന്ത്. ഇനി ഒരു മെയിൻ്റെനൻസ് നമ്മൾ ചെയ്യാറില്ല നമ്മുടെ അക്വേറിയത്തിന്.